Hello മക്കളെ, +1 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ നമ്പർ 8 അറേ. അറേത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഫസ്റ്റ് 2 ടോപ്പിക്സ് ഏതൊക്കെയാ? 8.1 1 ഡയമെൻഷണൽ അറേയും ദെൻ 8.3 2 ഡയമെൻഷണൽ അറേയും. നമുക്ക് തമ്മിൽ ഒരു കമ്പാരിസൺ വെച്ച് കളിച്ചാലോ? നമ്മുടെ ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ 60 സ്റ്റുഡൻസിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് ആയതിനാൽ ഇൻറ്റീജർ അല്ലേ? അപ്പോൾ ഇൻറ്റ് സ്കോർ ഒരു വേരിയബിളായി ഒരു കുട്ടിയുടെ മാർക്കാണ്. അങ്ങനത്തെ 60 കുട്ടികൾ. അപ്പം എങ്ങനെ എഴുതടാ? ഇൻറ്റ് സ്കോർ ഓഫ് 60 അല്ലേ? നമുക്ക് എഴുതുന്നതാണ് ഇൻറ്റ് സ്കോർ ഓഫ് 60 എന്ന് കൊടുക്കും അല്ലേ? ഇൻറ്റ് സ്കോർ ഓഫ് 60. പക്ഷേ നമ്മുടെ ഈ ഒരു ക്ലാസ് മാത്രമല്ല, നമുക്ക് ഒരുപാട് ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് അങ്ങനെ ഒരുപാട് ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം കിട്ടണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് 2 ഡയമെൻഷൻ. നമുക്ക് തമ്മിൽ ഒരു കമ്പാരിസൺ പോലെ തന്നെ പഠിച്ചാലോ? അല്ല 1 ഡയമെൻഷണൽ അറേ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 1 ഡയമെൻഷണൽ അറേയിൽ 1 ഡയമെൻഷണൽ അറേ അറിയുമ്പോൾ ഇൻറ്റീജർ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് 60 സ്റ്റുഡൻസ് ആണെങ്കിൽ ഇൻറ്റ് സ്കോർ ഓഫ് 60 റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂളിലത്തെ കംപ്ലീറ്റ് കുട്ടികളെ കൗണ്ട് കിട്ടണമെങ്കിലോ, സ്കൂൾ 9 ക്ലാസ്സിനുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സിനും 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് കൗണ്ട് കിട്ടൂലേ? ഇതാണ് 2D 1 ഡയമെൻഷനും 2 ഡയമെൻഷനും നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഡെഫിനിഷൻ, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ലീനിയർ മാനറിൽ അല്ലേ? ലീനിയർ മാനറിലാണ് അറേഞ്ച് ചെയ്യുക. അതേപോലെ ഡിക്ലറേഷൻ എന്താ ചെയ്താ? ഡാറ്റ ടൈപ്പ് എഴുതും. ഫസ്റ്റ് തന്നെ ഒരു ഡാറ്റ ടൈപ്പ് എഴുതും, ചുമ്മാ ഒരു നെയിം എഴുതും, സൈസ് എഴുതും, തീർന്നു. സിമ്പിൾ അല്ലേ? ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഇൻറ്റ് നമ്മുടെ ക്ലാസ്സിലുള്ള 60 സ്റ്റുഡൻസ് ഇൻറ്റ് സ്കോർ ഓഫ് 60 റെഡി അല്ലേ? അതിൻ്റെ കൂടെ തന്നെ ഇനീഷ്യൽ മെമ്മറി അലോക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ 60 സ്റ്റുഡൻസിന് മെമ്മറി ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? മെമ്മറി ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടിങ് നമ്പർ 0 ആണ്, 2 3 ലാസ്റ്റ് നമ്പർ 59 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ബൈറ്റ് മെമ്മറി വരുടാ? 60 അല്ലേ? 60 ബോക്സസ് ആണുള്ളത്. അപ്പോൾ 60 ബോക്സസ് ഉണ്ടെങ്കിൽ എന്താ? 60 ഇൻറ്റു ഇൻറ്റീജറിന് 4 ബൈറ്റ്സ് അല്ലേ? അപ്പോൾ ആ 4 നേരെ ഇവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 240 ബൈറ്റ്സ്. ക്ലിയർ അല്ലേ? അതേപോലെ ഇനീഷ്യലൈസേഷൻ എങ്ങനെ കൊടുക്കടാ? ഇനീഷ്യലൈസേഷൻ എങ്ങനെ കൊടുക്കാം? ഇനീഷ്യലൈസേഷൻ സിമ്പിൾ. ഇൻറ്റ് സ്കോർ ഓഫ് 5 ആണെങ്കിൽ അതിലേക്ക് ഈക്വൽ ടു കൊടുക്കാം, ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കാം. 9 2 4 3. ഒരു 5 ബോക്സസ് ഉണ്ട്, അതിൽ 4 എലമെന്റ്സ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ. ആക്സസ് ചെയ്യൽ എങ്ങനെ? ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് ഈ അടിയിൽ എഴുതിയ വാല്യൂസിനെ പറയുന്ന പേരാണ് ഇൻഡെക്സ്. സിമ്പിൾ. അപ്പോൾ ഇത് 0th എലമെൻറ്റ്, അപ്പോൾ A ഓഫ് 0 അല്ലെങ്കിൽ സ്കോർ ഓഫ് 0. സിമ്പിൾ. ഇതേ പ്രോസസ്സ് 1D ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ 2D ആണെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് സിമ്പിൾ. ഇത് ടാബിളായിട്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ടാബിളായിട്ടാണ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. റോസ് ആൻഡ് കോളംസ്. നമ്മൾ 1Dയിൽ ഒരു സൈസ് ഉള്ളെങ്കിൽ 2Dയിൽ 2 സൈസ് ഉണ്ടാവും. ഡാറ്റ ടൈപ്പ് എഴുതാം, അതേപോലെ നെയിം എഴുതാം. സ്ക്വയർ ബോക്സിൽ റോ സൈസും വേണം, അതേപോലെ ഒരു കോളം സൈസും വേണം. ക്ലിയർ? അപ്പോൾ ഒരു 5/3 മാട്രിക്സിലാക്കണമെങ്കിലും അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ 5/3 മാട്രിക്സ്? എന്താണ് മാട്രിക്സ്? റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഡാറ്റാസിനെ അറേഞ്ച് ചെയ്യുന്ന രീതിനെ പറഞ്ഞ പേരാണ് മാട്രിക്സ്. അപ്പോൾ സിമ്പിളായിട്ട് 1 2 3 4 5 6 മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടടാ? 3 റോസ് ഉണ്ട്. ഓരോ റോയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 റോസ് ഉണ്ട്. അപ്പോൾ ഇത് എന്ത് മാട്രിക്സ് ആടാ? 3/2. എന്താണ് ബൈ വരാൻ കാരണം എന്നുള്ളത് +2ൽ പഠിക്കും. ഇത് ഇൻറ്റു 2 അല്ലേ സാറേ എന്ന് ചോദിക്കും. മക്കളെ മാട്രിക്സിൻ്റെ പ്രയോഗത്തിൽ ഇത് ബൈ ആയിട്ടാണ് പറയുക. 3/2 മാട്രിക്സ്. അപ്പോൾ എത്ര റോസ് വേണടാ? ഇൻറ്റീജർ ആണ്. സോ മാട്രിക്സിൽ ഞാൻ മാച്ച് എന്ന് കൊടുത്ത് ഓഫ് 3 ഓഫ് 2 കണ്ട. ഇതാണ് മെത്തേഡ്. അപ്പം മെമ്മറി ബ്ലോക്ക് ഇങ്ങനെ ഒരു മെമ്മറി ബ്ലോക്ക് വരും. 3 റോസ് 2 കോളംസ്, ഇൻഡെക്സ് വാല്യൂ 0 1 2 0 1 2. അപ്പോൾ ഇതേതാ പൊസിഷൻ? മാട്രിക്സിൻ്റെ 0 0. സിമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഏതാ ഓർഡർ വരിക? മാട്രിക്സിൻ്റെ ഏതാടാ ഓർഡർ വരിക? 2 1. ടോട്ടൽ എത്ര ബൈറ്റ് മെമ്മറി വരും എന്ന് ചോദിച്ചാൽ ടോട്ടൽ എത്ര ബൈറ്റ് മെമ്മറി വരും? സിമ്പിൾ. എത്ര മെമ്മറി, എത്ര ബോക്സസ് ആണ്? 3 × 2 6 അല്ലേ? 6 ബോക്സസ് ആണ്. ഓരോ ബോക്സിന് എത്ര ബൈറ്റ് മെമ്മറിയാ? 4 ബൈറ്റ് മെമ്മറി. സോ ടോട്ടൽ 24 ബൈറ്റ് മെമ്മറി. ക്ലിയർ അല്ലേ? ഇത്രയുള്ളൂ. തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. 1 ഡയമെൻഷണലും 2 ഡയമെൻഷണലും തമ്മിൽ
പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരൊറ്റ ഫോർ ലൂപ്പ് മതി ഏത് പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിലും 1Dയിലാണെങ്കിൽ. എന്നാൽ അതേ സാധനം 2Dയിലാണെങ്കിൽ 2 ലൂപ്പ് യൂസ് ചെയ്യണം. ഒരു എലമെൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യണം. ഒരു അറയുടെ പേര് A of 10 ആണ്. ഇവിടെയുള്ള അറയുടെ പേര് 3 of 2 ആണ്. എങ്കിൽ ഇത് 2 അറയും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇൻഡെക്സ് 0 എന്നാ സ്റ്റാർട്ട് ചെയ്യുക. I = 0, I less than 10, I ++. ജസ്റ്റ് പ്രിന്റ് ചെയ്യാം Cout A of I. ഇതേ സാധനം ഇവിടെയാണെങ്കിൽ ഫോർ ലൂപ്പ് ഫോർ I = 0, I less than 3, I ++. Again for J = 0, J less than 2, J ++. ജസ്റ്റ് പ്രിന്റ് ചെയ്യാം Cout. യെസ് മക്കളെ, ഇവിടെ A of I ആണെങ്കിൽ ഇവിടെ A of I of J. Yes, that's all.